പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ആട്ടമാവിൽ ആക്കിയിട്ടുള്ള നൂഡിൽസ്. നമുക്കൊരു പുതിയ ഒരു മോഡൽ വന്നിട്ടുണ്ട് ഇപ്പീൻ്റെ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴൊന്നും നമ്മുടെ കുട്ടികൾ കഴിക്കത്തില്ല നൂഡിൽസ്. അപ്പോൾ ഇതൊരു വൈകുന്നേരമായപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവോള, ക്യാപ്സിക്കം, തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലീസ്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 മുട്ട ചിക്കി മാറ്റി വെക്കണം. സോ ആദ്യം തന്നെ ഞാൻ മുട്ട ചിക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ കൂട്ടെല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടിട്ട് എണ്ണ ചൂടായിട്ടാണ് ഇട്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും വേവ് നമ്മൾ തക്കാളിയൊക്കെ ലാസ്റ്റാണ് ഇടുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് എല്ലാം നല്ലപോലെ വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അത് മാഗിയും ഏകദേശം വെന്ത പരുവല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് അതൊന്ന് വാടി വരുന്ന ആ ഒരു പരുവം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ആ ഒരു പരുവമാണ് ശരിക്കും വേണ്ടത് കേട്ടോ, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മാഗി ആയിട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി നീളത്തിലാണ് എല്ലാം അരിഞ്ഞ് ചെയ്യുന്നത്. ക്യാപ്സിക്കം മാത്രം ചെറിയൊരു ഭംഗിക്ക് ഒരു ചെറിയ ക്യൂബ്സ് പോലെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ആകെ ഒരു ചെറുതായെടുത്ത്, അപ്പോൾ അത് ഞാൻ ഒന്നിച്ചിട്ടു. നന്നായിട്ട് ഒന്ന് വഴറ്റി വന്നിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് ഇതിൻ്റെ ശരിക്കുള്ള പരുവം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് നമ്മൾ എന്താ പറയുക, ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ വഴറ്റി മാറ്റി വയ്ക്കുക. ഈ ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണമാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ഈ വിശന്നിരിക്കുന്ന ടൈമിലും കൂടെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ പറയണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരുപാട് ഇങ്ങനെ വഴറ്റി ഇതാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വൃത്തികേടായിരിക്കും കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മീഡിയം രീതിയിൽ ഒന്ന്, അല്ലെങ്കിൽ ചെറിയ ആ ഉള്ളിക്കൊരു ചെറിയൊരു കളർ മാറ്റം വരുമല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾക്കിത് മാറ്റുക. ഈ ഒരു പരുവമാണ് കറക്റ്റ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മാറ്റി വയ്ക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക, വെയിറ്റിംഗ് ആയിരിക്കും. ഇനിയിപ്പം ഈവനിങ് ഒക്കെ വന്നിട്ട് കഴിക്കാനും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലൊക്കെ ഈവനിങ് അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് ഈ ഒരു രീതിയിൽ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആട്ടയുടെ മാവിലുള്ള ഈ നൂഡിൽസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റേജ്, അതായത് മാഗി നൂഡിൽസ് നന്നായിട്ട് ആ ഒരു തിളച്ച വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ സമയത്തായിരിക്കണം മാഗി നൂഡിൽസ് ഇടേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനകത്തുള്ള മസാല ചേർക്കുക. ഇത് കൂടാതെ ഞാൻ ഇതിനകത്ത് ചേർത്തത് പെപ്പർ, പിന്നെ സോൾട്ട്, പിന്നെ ചേർത്തത് ഗരം മസാല ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നൊരു നല്ലൊരു ഫ്ലേവറാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അത് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഓക്കെ, സോ തീ കുറച്ച് ശേഷം മാത്രമേ പൊടികൾ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ആ നൂഡിൽസിൽ പിടിക്കത്ത വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഉള്ളിയും കൂടെയുള്ള ആ ഒരു വഴറ്റിയത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല മണമായിട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നല്ല വിശന്നിരിക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ, വിശന്നിരിക്കുന്നത് കൊണ്ട്
പെട്ടെന്നൊന്ന് ആക്കി കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലായി. ഞങ്ങളൊക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. കുട്ടികളും വളരെ കുറച്ച്. ഞങ്ങൾ ഒരു ഫുൾ മാഗി ഒരാൾക്ക് അങ്ങനെയല്ല, ഷെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് പെപ്പർ പൊടി, നേരത്തെ പറഞ്ഞ പോലെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഷെസ്വാൻ സോസ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ല ഫ്ലേവർ ഉള്ളതാണ്. ഇത് കുറച്ച് ഇടാവുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ടിയായിപ്പോയി. അപ്പോൾ ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്ന് വന്നിട്ട് ആക്കിയതാണ്. പക്ഷെ നമുക്കിത് ഈസിയാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. വളരെ കുറച്ചാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് ആഡ് ചെയ്യാവുള്ളൂ. പിന്നെ ഒരു റെഡ് ചില്ലി സോസും. ഇത്രയും ആഡ് ചെയ്ത ശേഷം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നു. നല്ല ടേസ്റ്റാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. രക്ഷയില്ല കേട്ടോ. വിശന്നിരിക്കുന്നവർക്ക് പറ്റിയ സമയമാണ് ഇതാക്കി കഴിക്കാൻ. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഇതാണ് ആ ഒരു മാഗി നൂഡിൽസ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ മുട്ട ചിക്കിയിട്ട് അത് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈവച്ചിട്ട്. കാര്യം അതെല്ലാം എല്ലാ ഇതിലും പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാഗിയിലേക്ക്. അത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് കാണുമ്പോൾ തേങ്ങ പോലെ തോന്നുന്നുണ്ടല്ലേ. തേങ്ങ ആഡ് ചെയ്താലും നല്ലതായിരിക്കും. പക്ഷെ അതിനേക്കാളും നല്ലത് നമുക്ക് കുട്ടികൾക്ക് മുട്ട, വെജിറ്റബിൾസ് ഇതൊക്കെയല്ലേ കഴിക്കാതെ സാധാരണ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ വിശപ്പുള്ള സമയത്ത് കഴിച്ചോളൂ. സോസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡ് നമുക്കിപ്പോൾ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ലത് വീട്ടിൽ ഇതുപോലെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യമൊക്കെയുള്ള ആ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റത്തെ ആ ഭാഗം മുട്ട ആഡ് ചെയ്ത ശേഷമാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ തണുത്തിട്ട് കഴിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.